ഈ ഒരു കിണ്ണത്തപ്പം ഞാൻ അമൃതം പൊടി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. കിണ്ണത്തപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ടും റെഡിയാക്കി എടുക്കാറുണ്ട്. ഇപ്പോൾ അമൃതം പൊടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് അമൃതപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാം. അമൃതം പൊടി എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഞാനിപ്പം 1.5 കപ്പ് പൊടി എടുത്തതുകൊണ്ട് 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എടുത്തു വെച്ച പൊടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അലുവ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് ഷുഗർ കാരമൽ ചെയ്യണം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര മെൽട്ടായിട്ട് കാരമലായി കിട്ടണം. ഇപ്പോൾ കളർ ചേഞ്ചായി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാലും അമൃതം പൊടിയും തമ്മിലുള്ള കൂട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കിട്ടണം. പൊടി ഒന്ന് കുക്കായി വരുമ്പം ഇതുപോലെ ഒന്ന് തിക്കായി വരും. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂറോളം എടുക്കും. ഞാൻ ഓരോരോ സ്റ്റേജായിട്ട് കാണിച്ചു തരാം. ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. ഇപ്പോൾ കണ്ടില്ല, നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ആ ഒരു റോസ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഈ സമയത്ത്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3 ബ്ലോക്ക് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റാക്കി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നല്ലോണം യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യണം. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഏലക്കായി ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ കുറുകി ഒന്ന് ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം, പശുവിൻ നെയ്യ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നല്ലോണം തിക്കായി വരുന്നുണ്ട്.
ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. പിന്നെ അവിടെ ഇവിടെയും കട്ട കെട്ടി കിടക്കും. പാനിന് നല്ലോണം സെപ്പറേറ്റ് ആയി കിട്ടണം, അതാണ് ഇതിൻ്റെ ഒരു പാകം. തീരെ നെയ്യ് കാണാനില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു 6 ടീസ്പൂൺ നെയ്യ് വരെ ഞാൻ ഇതിൽ ടോട്ടലായി യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. തവി വെച്ചിട്ടൊന്ന് കോരി നോക്കുമ്പം ലൂസായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഇത് ഉറച്ച് കിട്ടില്ല, നല്ലോണം കട്ട് ചെയ്ത് കിട്ടണം. പരുവം നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒന്ന് തിക്കായി കഴിഞ്ഞിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പം നെയ്യ് മിക്സ് ആവാതെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ അലുവ ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാനിന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന കാണാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ പ്ലേറ്റിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കാഷ്നട്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കിണ്ണത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കണം. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഈ സ്പൂണിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 2 മണിക്കൂർ നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഉണ്ടാക്കി വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിറ്റേന്ന് രാവിലെയാണ് ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കണ്ടില്ലേ, നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഫ്രീസറിലൊന്നല്ല കേട്ടോ വെച്ചത്, താഴെ തന്നെയാണ്. ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലൂടെ ഒന്ന് കത്തി ഓടിച്ച് പോകുന്നുണ്ട്. എന്നിട്ടൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി, എളുപ്പത്തിൽ വിട്ട് വന്നോളും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയണം. അമൃതം പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു പൊടി വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിർബന്ധമൊന്നുമില്ല, ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്